2000 ആരെങ്കിലും 2000 അതെടാ മീ മാത്തച്ഛൻ തന്നെ ഒന്ന് നീട്ടി പിടിച്ചോണേ 3000 മത്തി കയറ്റി ലോറി തെക്കോട്ട് വിട്ടോ നീ ചില്ലറ കച്ചവടക്കാർക്കും കൊടുത്തേക്ക് അവരും ജീവിക്കാൻ വേണ്ടി അല്ലയോ ഈ പണി ചെയ്യുന്നേ എന്നാടാ ഒന്ന് ഉറക്കെ പറയടാ 10 കോട്ട മത്തിയാണ് അവര് ചോദിക്കണത് എത്ര രൂപ ഉറപ്പിക്കണം കേൾക്കാൻ പറ്റണില്ല 4000 അതിലവര് 6000-ത്തിനാണ് ചോദിക്കണത് ഉറപ്പിക്കണം 6500 ഞാൻ ഫോണിൽ പറഞ്ഞതാ ഉറപ്പിക്കാൻ പോകുന്നു 4500 രൂപയുടെ മീ 6500 രൂപയ്ക്ക് ഉറപ്പിച്ചോട്ടെ മുതലാളി ഉറപ്പിച്ചോടാ നിന്റെ അമ്മായിയമ്മയുടെ 2ാം കല്യാണം കാലത്തെ കൈനീട്ടം വെച്ച കച്ചവടം ഫോണിൽ കൂടെ കലക്കി കടുവർത്ത എന്നുള്ളടാ നീ മീനെല്ലാം വണ്ടി കേട്ടോ മുതലാളി കേറ്റ് എവിടെയെങ്കിലും കേറ്റും ജാസ്മിൻ ലില്ലി റോസ് തെറ്റിക്കാതെ എഴുതു മോനെ പറഞ്ഞേ ലോട്ടസ് പറഞ്ഞിട്ട് പടം നോക്കിയിരിക്കുന്നോടാ ഇതണ്ടോളമേ മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല ഹിന്ദി പുസ്തകത്തിനകത്ത് മനീഷ കൊയ്രാളാ റാണി എന്നാത്തിനാടി നീ അവനെ വെറുതെ കരയിപ്പിക്കുന്നേ പഠിക്കാനിരുന്നിട്ടേ അവൻ താണ്ട ഇതും നോക്കിയിരിക്കുവാ ഓ ഇതാണോ കാര്യം പഠിക്കാൻ നേരത്തെ പഠിക്കണ്ടേ ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ പോലെ മീൻ കച്ചവടം മതിയോ നിനക്കും നിനക്ക് എവിടെ നടാ കിട്ടിയത് പപ്പയുടെ പോക്കറ്റിൽ അല്ല ദേ ഇതാ കുഞ്ഞ് കാണണ്ട എന്നാ ചേച്ചി ഒന്നുമില്ലെന്നേ ഈ മീനച്ചാന്റെ പോക്കറ്റിലെ മേരിയളമയ്ക്ക് പകരം മനീഷ കൊയ്രാളാ നാണോ ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക് അതെ ചന്തയിലെ പിള്ളേർ പറ്റിച്ച പണിയാ സീഫുഡേ ഫോട്ടോ വേണ്ടായോ അയ്യടാ കുടുംബകലം ഉണ്ടാക്കിയല്ലോ ഉഷാകുമാരി പോയിക്കോളൂ സാർ എന്റെ പേര് വിളിച്ചില്ല എല്ലാവരും വിളിക്കും ഓരോന്ന് കഴിയട്ടെ കാശ് മേടിച്ചിട്ടുള്ള നിയമനമൊന്നും അല്ലല്ലോ ശരിക്കും ഇന്റർവ്യൂ ചെയ്തിട്ടേ ഇവിടെ എടുക്കത്തുള്ളൂ അകത്തിരിക്കുന്നതേ നല്ല അറിവും വിവരമുള്ളവരാ കൊച്ചിയിലെ മീൻചന്തയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ഏതാണ് ഞാനൊരു കുളു തരാം പച്ചക്കണ്ണ സ്രാവ് തെരണ്ടി തിലോപ്പിയ കണവ മീൻ കാര്യം മാത്രം ഇവിടെ മിണ്ടി പോരുത് എങ്കിൽ വേറെണ്ണം ചോദിക്കാം ഒരു ഐസ് ബ്ലോക്ക് തല്ലി പൊട്ടിച്ചാൽ എത്ര കൊട്ട മത്തി കേടുകൂടാതെ സൂക്ഷിക്കാം എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയില്ല കുട്ടി പോയിക്കോളൂ ഇതുപോലും അറിഞ്ഞുകൂടാ ഇവളുമാരി എന്നാ പഠിപ്പിക്കാനാ എന്നാ നീ ഒന്ന് പറയേ എന്താ ഈ സിന്ധു നദീതട സംസ്കാരം അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച് നദി കുളിക്കാൻ ഇറങ്ങിയപ്പോ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ അടുത്ത ആളെ വിളിക്കുന്നേ മിണ്ടാതെ അവിടെ ഇരുന്നോണം ചോദ്യങ്ങൾ ഇവിടെ വിവരമുള്ളവർ ചോദിച്ചോളും മീ മാത്തച്ഛൻ ഒരു ദിവസം ഞാനിതെടുത്ത് വെള്ളത്തിലിടും മാർക്കറ്റിൽ പെരുമാറുന്ന പോലെ ഇവിടെ പെരുമാറരുത് യു ആർ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് തറവാട്ടുകാർക്ക് ചേരാത്തൊരു വേഷവും അവന്റെ ഒരു സംസാരവും റബേക്ക ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് ഏതുവരെ പഠിച്ചു MA B.Ed ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ന്യൂനതകളുണ്ട് എന്ന അഭിപ്രായമുണ്ടോ പാഠ്യഭാരം കൂടുതലാണ് സത്യത്തിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു കുട്ടികളല്ലേ ചിലപ്പോ തുമ്പികളെ പിടിച്ചെന്നോ കല്ലെടുപ്പിച്ചെന്നോ എന്നൊക്കെ വരും അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് CV രാമൻ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ ആറ്റം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് ക്രിസ്തു സാധാരണ ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഭാഷ അരാമിയ അതൊരു മീന്റെ പേരല്ലയോ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്നതാ ഉദ്ദേശിക്കുന്നേ സാംസ്കാരികമായി ചിന്തിക്കുക പ്രവർത്തിക്കുക സംസാരിക്കുക
ജീവിക്കുക. അതെന്റെ മുഖത്ത് നോക്കി പറയുന്നത് എന്നാത്തിനാ? ഉത്തരം മുട്ടിച്ചോണ്ടാന്നോ? എന്നാ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു പൂച്ചയുടെ മുമ്പിൽ ഒരു കഷ്ണം ഉണക്കമീനും ഒരു കഷ്ണം പച്ചമീനും വെക്കുന്നു. പൂച്ച ആദ്യം ഏത് മീൻ തിന്നും? ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ക്ഷമിക്കണം സർ, ഈ ജോലി എനിക്ക് വേണമെന്നില്ല. പെങ്കൊച്ചേ, യു ആർ അപ്പോയിന്റഡ്. ചേച്ചി ഇതും കൂടെ ഞാൻ ഉണ്ടാക്കി തരത്തുള്ളൂ. പിന്നെ നിങ്ങൾ തന്നെ ഉണ്ടായിക്കോണം. മാതാവേ, ഹലോ. ഹലോ, ഞാനാ ടോണി. ഞാൻ വാച്ച് നോക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിന്ന് അറിയാവോ? എന്നാ പറ്റി? ഇന്ന് 5 മിനിറ്റ് ലേറ്റ് ആയല്ലോ. ലൈൻ ഇപ്പഴാ കിട്ടിയത്. സമയോ? ഇവിടെ ഈവനിങ് 5:35. പിന്നെ എന്തൊക്കെയാ മോളെ വിശേഷങ്ങള്? അത് ലണ്ടനിലെ വിശേഷങ്ങളൊക്കെ പറ കേക്കട്ടെ. ഹലോ, കേട്ടൂടാ? എന്നതാ നിന്റെ ചെവിക്ക് എന്നാ പറ്റി? ഹലോ, ആരെ വേണ്ടത്? മംഗലാപുരത്തിന്റെ ഗസ്റ്റ് പറഞ്ഞേ. ഇച്ചായനാണെന്ന് ഞാൻ തരാം, നോക്കട്ടെ. ഹലോ. ഓ, അടുത്ത് ഇച്ചായമാരെ നിപ്പുണ്ടല്ലേ? എന്നതാ? എങ്കിൽ ഇങ്ങോട്ടൊന്നും പറയണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നതാ? മംഗലാപുരം. ഏതായാലും അഡ്വാൻസ് ആയിരിക്കട്ടെ. മംഗലാപുരത്ത് നിന്ന് ആരാ ചായ? ഒരു മഹേഷ് ഭായിയാ. കച്ചവടം ഉറപ്പിച്ചതിന് DD അയക്കാന്നാണല്ലോ പറഞ്ഞേ. അവൻ എന്നാ അഡ്വാൻസ് ഇങ്ങനെ തന്നെ? എങ്ങനെ? അല്ല, അവൻ ആളത്ര ശരിയല്ല.